കോട്ടയം സീറ്റ് ഉറപ്പിച്ച മട്ടിൽ കേരള കോൺഗ്രസ് ജോസഫ്. സീറ്റ് ആവശ്യത്തിലെ പ്രാഥമിക ചർച്ച തൃപ്തികരമെന്ന് മോൻസ് ജോസഫ്. സ്ഥാനാർത്ഥി ആരെന്ന് പാർട്ടി ചെയർമാൻ തീരുമാനിക്കുമെന്നും മോൻസ് ജോസഫ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പാകുമ്പോൾ നേതാക്കൾ സീറ്റ് ചോദിക്കുന്നത് സ്വാഭാവികമെന്നും മോൻസ് ജോസഫ്. കോട്ടയം പാർലമെന്റ് മണ്ഡലം കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ള ക്ലെയിം, പാർട്ടിക്ക് അത് ഒരു അർഹതപ്പെട്ട സീറ്റ് എന്ന നിലയിൽ UDF-ൽ കഴിഞ്ഞ പ്രാവശ്യവും സംയുക്ത കേരള കോൺഗ്രസ് ആണ് മത്സരിച്ചത്. കേരള കോൺഗ്രസ് UDF-ൽ തുടരുന്നു. അപ്പോൾ അതുകൊണ്ട് കോട്ടയം സീറ്റ് നമുക്കുള്ളൊരു അവകാശപ്പെട്ടതാണ്, അർഹതപ്പെട്ടതാണ് എന്നുള്ളത് UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വത്തെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി ചെയർമാൻ ശ്രീ P. ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ ആ കാര്യങ്ങൾ ധരിപ്പിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു. കോൺഗ്രസ് നേതൃത്വം അത് ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഈ ഞങ്ങൾ പറഞ്ഞ ഭാഗങ്ങൾ കേൾക്കുകയും അതിൻ്റെ ന്യായമായ വശങ്ങൾ അവർ ഉൾക്കൊള്ളുകയും ചെയ്തു എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ആ നിലയിൽ വളരെ തൃപ്തികരമായിട്ടാണ് ചർച്ച നടന്നിട്ടുള്ളത്. മറ്റ് കണ്ടീഷൻസ് ഒന്നും കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് കോൺഗ്രസിനും കേരള കോൺഗ്രസിനും എല്ലാവർക്കും പൊതു യോജിപ്പുള്ളതാണ്. കോട്ടയത്ത് ജയിക്കണം. കോട്ടയത്ത് ജയിക്കണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഞങ്ങൾക്കും അത് പ്രസ്റ്റേജാണ്. സ്ഥാനാർത്ഥി വരണം. അല്ല, ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയല്ലേ തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന് കണ്ടെത്താൻ പറ്റുള്ളൂ. ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. അപ്പോൾ അതിന് പാർട്ടി അതിലേക്ക് കടന്നിട്ടില്ല. ആ വിഷയങ്ങളിലേക്ക് ഇപ്പം പാർട്ടി കടന്നിട്ടില്ല. ഇപ്പോൾ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉറപ്പാക്കുക എന്നത് തന്നെയാണല്ലോ പാർട്ടിയുടെ മുമ്പിലുള്ള ആദ്യത്തെ കാര്യം. അപ്പോൾ അത് കോൺഗ്രസുമായിട്ടുള്ള പ്രാഥമിക ചർച്ചകൾ നടത്തി. ആ ചർച്ച തൃപ്തികരമായിരുന്നു. ഇനി അടുത്ത രണ്ടാം ഘട്ട ചർച്ച എന്നുള്ളത് തിങ്കളാഴ്ച മുസ്ലിം ലീഗുമായിട്ട് ചർച്ച UDF നേതൃത്വത്തിൻ്റെ ഉണ്ട്. ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ തീർച്ചയായിട്ടും കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ച വീണ്ടും നടക്കും. പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ മുൻ പ്രതിപക്ഷ നേതാവും UDF കൺവീനർ ഉൾപ്പെടെ എന്നുള്ള നേതാക്കൾ പങ്കെടുത്താണ് കേരള കോൺഗ്രസുമായി ചർച്ച നടത്തിയത്. KPCC പ്രസിഡന്റ് കൂടി പങ്കെടുക്കുന്ന വിധത്തിൽ അടുത്ത ചർച്ചകൾ തുടർന്നുണ്ടാവും. അതിൽ വെച്ച് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവും. ഈ പലരും സീറ്റ് ആവശ്യപ്പെട്ടതിനോടൊപ്പം തന്നെ പാർട്ടി നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണല്ലോ. ഒരു ലോക്സഭാ ഇലക്ഷൻ നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോകുന്നു എന്ന് വരുമ്പോൾ പാർട്ടിയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ സ്വാഭാവികമായും ആ സ്ഥാനങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കും. അവർക്കതിന് അർഹതയും അവകാശമുണ്ട്. അവർ ആ നിലയിൽ അവരുടെ ജോലി ചെയ്യുന്നു.